ജീവിതത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇല്ലാത്ത പണികൾ സൂപ്പർ ഫാസ്റ്റ് പിടിച്ചു വരുന്ന കേട്ടിട്ടുണ്ടോ? നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ കമൻറ്റ് നോക്കിയ സമയത്ത് മനസ്സിലായി എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഈ പ്രശ്നമുണ്ടെന്ന്. നമ്മൾ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള ഈ ഒരു ട്രാപ്പിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ സ്റ്റെപ്പ് 3 പേപ്പർ എടുക്കണം. അതിലൊന്നാമത്തെ പേപ്പറിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഫുള്ളായിട്ട് എഴുതുക. നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് അത് അതേപടി പേപ്പറിലേക്ക് പകർത്തുക. എന്നിട്ട് കുറച്ചധികം നേരം എടുത്തിട്ട് ഇതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കണം. ഈ മെയിൻ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ കൺട്രോളിലുള്ള പ്രശ്നങ്ങൾ മാത്രം രണ്ടാമത്തെ പേപ്പറിലോട്ട് പകർത്തി എഴുതുക. അങ്ങനെ രണ്ടാമത്തെ പേപ്പർ എഴുതി കഴിഞ്ഞ് ഇനി നമുക്ക് മൂന്നാമതൊരു പേപ്പറും കൂടി ഉണ്ട്. അത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനാണ്. ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എഴുതിയ പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ നിങ്ങൾ എടുക്കണം. എന്നിട്ട് ആ പേപ്പർ നിങ്ങൾ സിമ്പിളായിട്ടങ്ങ് കത്തിച്ച് കളയണം. ഇവിടെ നിങ്ങൾ ജസ്റ്റ് പേപ്പർ അല്ല കത്തിക്കുന്നത്, നിങ്ങളുടെ സൊല്യൂഷൻ ഇല്ലാത്ത, നിങ്ങളുടെ കൺട്രോളില്ലാത്ത ഒരുപാട് പ്രോബ്ലംസ് ആണ് നമ്മുടെ മനസ്സിൽ നമ്മൾ എടുത്ത് കളയാനായിട്ട് പോകുന്നത്. കാരണം കൺട്രോൾ ഇല്ലാത്ത പ്രോബ്ലംസ് ആണ് മനസ്സിൽ വെച്ചുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല. അത് നമ്മുടെ വർക്കും കെടുത്തുക, നമ്മുടെ സ്ട്രെസ് കൂട്ടുക, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഗീവ് ഇറ്റ് ടു ദി യൂണിവേഴ്സ്. കൺട്രോൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ അതിൻ്റെ വഴിക്ക് അങ്ങ് പോട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ കൺട്രോളിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിലോട്ട് വരാം. ഇപ്പം നിലവിൽ നമ്മുടെ രണ്ടാമത്തെ പേപ്പറിൽ നമ്മുടെ കൺട്രോളിലുള്ള പ്രശ്നങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. ഇനി മൂന്നാമത്തെ പേപ്പറിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ആക്ഷൻസ് എഴുതി വയ്ക്കുക. എഴുതുമ്പോൾ അതിലെ സിമ്പിളായിട്ടുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ആക്ഷൻസ് വേണം ആദ്യം എഴുതി പോകാനായിട്ട്. എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാട് റീല് കണ്ട് ഒരുപാട് ടൈം വേസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഉള്ള സൊല്യൂഷൻ എൻ്റെ അടുത്തുണ്ട്. ആ സൊല്യൂഷനാണ്, ആ ഒരു ആക്ഷൻ സ്റ്റെപ്പാണ് ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത്. അത് സിമ്പിൾ സ്റ്റെപ്പ് ആയിരിക്കണം. അതെനിക്ക് ഇപ്പം മുതൽ, നാളെ മുതലല്ല, എനിക്ക് ഇപ്പം മുതൽ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഓർഡറിൽ ഈസി ടു ഡിഫിക്കൽട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതുവാണ്. ഇത് എഴുതുമ്പോൾ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം ഇപ്പോഴത്തെ നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു 5 വർഷം കഴിഞ്ഞുള്ള, 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഫ്യൂച്ചറിൽ നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഓരോ ആക്ഷനും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന സമയത്ത് കുറേ പേര് സില്ലി ആയിട്ട് എടുക്കുമായിരിക്കും, തമാശയായിട്ട് എടുക്കുമായിരിക്കും. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് 2015 എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തൊരു ആക്ടിവിറ്റിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും അവതരിപ്പിച്ചത്. സോ ഐ എം ഷുവർ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യത്യാസം കാണാൻ പറ്റും.